ഇന്ന് വരുന്നത് പാർട്ടി വെയർ സാരീസ് ആണ്. പ്യുവർ ടെസ സിൽക്കിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. ഞാൻ ജെബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. എല്ലാ സാരീസും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. ഫസ്റ്റ് സാരി ബ്ലാക്ക് ആണ്. സാരിയുടെ ബേസ് വരുന്നത് ബ്ലാക്ക് ആണ്. അതിൽ നല്ലൊരു പാറ്റേണിൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് ആട്ടോ ഫുൾ സാരിയിലും വരുന്നത്. നല്ലൊരു യെല്ലോ വിത്ത് ഗ്രേ ആണ് ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ കോമ്പിനേഷൻ വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും ആ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബോഡിയിൽ നല്ലൊരു ഫ്ലോറൽ മോട്ടീവ്സാണ് വരുന്നത്. എൻ്റെ ഒരു സാരിയും സെയിം സ്റ്റൈലിൽ തന്നെ ബ്ലാക്കിൽ യെല്ലോ വിത്ത് ഗ്രേ ഇതായിരിക്കും സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. ഫുൾ ഈ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ബോർഡർലെസ് സ്റ്റൈലാണ്, വിത്തൗട്ട് ബോർഡറാണ് സാരി വരുന്നത്. ഗോൾഡൻ സെറി വുവൺ ലൈൻസിലാണ്, സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. ബ്ലൗസിന്റെ സ്ലീവിലും ഇതേ പാറ്റേണിൽ തന്നെയുള്ള ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കിലായിരിക്കും ബ്ലൗസിന്റെ സ്ലീവും വരിക കേട്ടോ. ഇതായിരിക്കും സ്ലീവ് വരുന്നത്, ഈ ഒരു പാറ്റേണിൽ വരും. സെയിം അതേ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് തന്നെയാണ്. കളർ പറയുകയാണെങ്കിൽ നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ പീച്ചാണ് സാരിയുടെ കളർ വരുന്നത് കേട്ടോ. ഇതിലും അതേ ടോണിൽ തന്നെ ഒരു ഡാർക്ക് പീച്ച്, ഗ്രീൻ, ബേബി പിങ്ക് ഈ ഒരു ടോണിലായിരിക്കും ആ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരിക. ഈ ഒരു പാറ്റേണിലായിരിക്കും വരിക. വിത്തൗട്ട് ബോർഡർ ആട്ടോ സാരി വരുന്നത്. ഗീച്ച വുവൺ സ്റ്റൈലിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഈ ഒരു പാറ്റേൺ ആയിരിക്കും വരിക. ബ്ലൗസ് വരുന്നത് റണ്ണിങ് ബ്ലൗസ് തന്നെ. ബ്ലൗസിന്റെ സ്ലീവിലും അതേ ആ ഒരു വർക്കിലായിരിക്കും ബ്ലൗസിന്റെ സ്ലീവ് വരും. ഈ ഒരു പാറ്റേണിലാണ് സ്ലീവ് വരുന്നത്. അടുത്ത സാരി പൗഡർ ബ്ലൂ ആണ് സാരിയുടെ ആ ഒരു കളർ വരുന്നത്. ഡിസൈൻ മാറിയിട്ടുണ്ട്, എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇതിലൊരു പീച്ച് ടോണിലാണ്. പീച്ചിൽ നല്ലൊരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആട്ടോ ഫുൾ സാരിയിലും വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും ഒരു ജാൽ ഡിസൈനിലും ഒരു ഫ്ലോറൽ പാറ്റേണിലും ആയിരിക്കും, ഒരു പീച്ചിലായിരിക്കും വർക്ക് വരുന്നത്. ഈ ഒരു വർക്ക് വന്നിട്ട് ബോർഡർ ഇല്ല. സാരി വരുന്നത് വിത്തൗട്ട് ബോർഡർ ആണ്. ഗീച്ച വുവൺ പല്ലു. ബ്ലൗസിന്റെ സ്ലീവിലും സെയിം അതേ വർക്കിലായിരിക്കും ബ്ലൗസിന്റെ സ്ലീവ് വരുന്നത്. നെക്സ്റ്റ് കളർ നല്ലൊരു കോറൽ പീച്ചാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. കോറൽ പീച്ചിൽ സെയിം ടോണിൽ തന്നെ സെൽഫ് കളറിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ്. ബോഡി കംപ്ലീറ്റ് ആ ഒരു മാംഗോ മോട്ടീവ്സിലുള്ള എംബ്രോയിഡറി വർക്കാണ് ഫുൾ സാരിയിലും വരുന്നത്. ബോർഡർ ഇല്ല, വിത്തൗട്ട് ബോർഡർ ആണ്. ഞാൻ ക്ലോസ് ഷോട്ട് കാണിക്കാം കേട്ടോ. നല്ല പാറ്റേണിലാണ് ഇതിൽ ഒരു വർക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈലിൽ ഫുൾ ആ ഒരു മാംഗോ മോട്ടീവ്സിലായിരിക്കും ഫുൾ വർക്ക് വരുന്നുണ്ട്. സെൽഫ് കളറിൽ തന്നെ പ്ലെയിൻ ബോർഡർ എന്ന് പറയാൻ പറ്റത്തില്ല. ഈ ഒരു ഏരിയ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ബോഡി കംപ്ലീറ്റ് ഈ ഒരു വർക്കാണ് വരുന്നത്. പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ ഹാഫ് പോർഷനിലായിരിക്കും ഒരു വർക്ക് വരുന്നത്. ബോഡി കംപ്ലീറ്റ് സെയിം അതേ ആ ഒരു പേസ്ലി മോട്ടീവ്സ്, മാംഗോ മോട്ടീവ്സ് ആണ് ഫുൾ സാരി വരുന്നത്. ഗോൾഡൻ സെറി വുവൺ സ്റ്റൈലിലാണ്. ഷോർട്ട് പല്ലു, റണ്ണിങ് ബ്ലൗസ്. ബ്ലൗസിന്റെ സ്ലീവിലും സെയിം അതേ ആ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ. ആ മാംഗോ മോട്ടീവ്സ് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരും. മിഡ് നൈറ്റ് ബ്ലൂവും നേവി ബ്ലൂ കൂടി ബ്ലെൻഡഡ് ആയിട്ട് വരുന്ന നല്ലൊരു ബ്ലൂ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഡീപ്പസ്റ്റ് നേവി ബ്ലൂ എന്ന് പറയാം നമുക്ക്. ഇതിലും സെയിം ടോണിൽ തന്നെ അതേ പാറ്റേണിൽ തന്നെയുള്ള ആ ഒരു മാംഗോ മോട്ടീവ്സ് തന്നെയാണ് എൻ്റെ ഒരു സാരിയിലും വരുന്നത് കേട്ടോ. സെൽഫ് കളർ ത്രെഡ് വുവൺ സ്റ്റൈലിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് സാരിയുടെ ബോഡി വരുന്നത്. ഈ ഒരു സ്റ്റൈലിലാണ് വരുന്നത് ബോഡി. ഗോൾഡൻ സെറി വുവൺ ലൈൻ പാറ്റേണിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും ബ്ലൗസിന്റെ സ്ലീവിലും അതേ പാറ്റേണിൽ തന്നെയുള്ള മാംഗോ മോട്ടീവ്സ് ആയിരിക്കും സ്ലീവിൽ വരുന്നത്. അടുത്ത സാരി ഒരു ഗ്രേയും ഗ്രീനും കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ് വരുന്നത്. ഒരു ഗ്രീൻ പേസ് ആണ് സാരി വരുന്നത്. അതിൽ ഗ്രേയിലുള്ള ആ ഒരു മാംഗോ ത്രെഡ് എംബ്രോയിഡറി കേട്ടോ ബോഡി കംപ്ലീറ്റ് വരുന്നത്. നല്ലൊരു റെയർ കളറിലാണ് കോമ്പിനേഷനിലാണ് സാരി വരുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും ആ ഒരു റിച്ച് പാറ്റേണിലുള്ള ബോഡി. ഗോൾഡൻ സെറി വുവൺ സ്റ്റൈലാണ് സാരിയിൽ മുന്താണി വരുന്നത്. ഈ ഒരു ഇതായിരിക്കും കേട്ടോ. നമ്മൾ പ്ലീറ്റ്സ് വരുമ്പം ഹാഫ് പോർഷൻ ആയിരിക്കും ഫുൾ വർക്ക് വരുന്നത്. ബോഡി കംപ്ലീറ്റ് അതേ ആ ഒരു മാംഗോ മോട്ടീവ്സ് പേസ്ലി ഡിസൈൻസിലുള്ള ത്രെഡ് എംബ്രോയിഡറി വന്നിട്ട് ഗോൾഡൻ സെറി വുവൺ പല്ലു, റണ്ണിങ് ബ്ലൗസ്. ബ്ലൗസിലും അതേ ആ ഒരു മാംഗോ മോട്ടീവ്സ് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരും. സെയിം അതേ ത്രെഡ് വുവൺ സ്റ്റൈൽ തന്നെ ബോഡി വരുന്നത്. അതേ മാംഗോ മോട്ടീവ്സ് തന്നെ ആയിരിക്കും ഫുൾ സാരി വരുന്നത്. പേസ്റ്റൽ പീച്ച് സാരിയുടെ കളർ പറയുകയാണെങ്കിൽ കേട്ടോ. സെൽഫ് കളർ ത്രെഡ് വുവൺ സ്റ്റൈലിൽ തന്നെയാണ് ബോഡി ഫുൾ ആ ഒരു എംബ്രോയിഡറി വർക്കിൽ തന്നെ വന്നിട്ട് ഗോൾഡൻ സെറി വുവൺ സ്റ്റൈലിൽ ഒരു ഗീച്ച വുവൺ പാറ്റേണിലാണ് ഈ സാരിയിൽ മുന്താണി വരുന്നത്. ഗീച്ച വീവിലാട്ടോ സാരിയുടെ പല്ല് വരുന്നത്. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ്. ബ്ലൗസിന്റെ സ്ലീവിലും അതേ ആ ഒരു മാംഗോ മോട്ടീവ്സ് ആയിരിക്കും. വീണ്ടും നല്ലൊരു ഓഷ്യൻ ബ്ലൂ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഓഷ്യൻ ബ്ലൂവിലും സെയിം സ്റ്റൈൽ മാംഗോ മോട്ടീവ്സ് എല്ലാം അതേ പാറ്റേൺ തന്നെ കേട്ടോ. ബ്ലൂവിൽ തന്നെ ആയിരിക്കും ആ ഒരു പേസ്ലി ഡിസൈൻസിലുള്ള നല്ല പാറ്റേണിലാണ് എല്ലാ സാരിയുടെയും ബോഡി വരുന്നത്. മുന്താണി പ്ലെയിൻ ബ്ലൗസ് വിത്ത് ആ ഒരു മോട്ടീവ്സ് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരും. ലാസ്റ്റ് സാരിയാണ് വരുന്നത് കേട്ടോ. നല്ലൊരു വയലറ്റ് ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ വയലറ്റ് ആണ്. ഇതിലും അതേ ടോണിൽ തന്നെ വയലറ്റ് ടോണിൽ തന്നെ ആയിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. മാംഗോ ഡിസൈൻസ് തന്നെയാണ് പേസ്ലി മോട്ടീവ്സിൽ തന്നെ
ആ ഒരു ജാൽ പാറ്റേണിലാണ് ഫുൾ ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. ബോഡി കംപ്ലീറ്റ് അതേ സ്റ്റൈലിൽ തന്നെ വന്നിട്ട് പല്ലു വരുമ്പോൾ ഗോൾഡൻ സെറി ലൈൻസിലാണ്, സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ്. ബ്ലൗസിൻ്റെ സ്ലീവിലും സെയിം അതേ വർക്ക്, അതേ മാംഗോ മോട്ടീവ്സ് തന്നെ ആയിരിക്കും ബ്ലൗസിൻ്റെ സ്ലീവിൽ വരിക.